ബന്ധി ചെയ്യുന്നു അന്നെ നമ്മൾ സ്വന്തമാക്കും അമ്മ അന്നെ നമ്മൾ സ്വന്തമാക്കും. എന്താ ജബ്ബാർക്ക നിങ്ങളുടെ വീട്ടിലെന്തെങ്കിലും പ്രശ്നമുണ്ടോ? എന്ത് പ്രശ്നം? നമ്മളാണ് വീട്ടിൽ ആകെയുള്ള പ്രശ്നം എന്നാണ് നമ്മുടെ കെട്ടുള്ള ഗദീജാൻ്റെ അഭിപ്രായം. വേറെ പ്രശ്നം നമ്മുടെ വീട്ടിലില്ല. ഇതെന്തൊക്കെ ചോദിക്കാൻ എന്താ? എന്തോ പ്രശ്നമുണ്ട്. നിങ്ങളുടെ വീട്ടിലേക്ക് കുറെ ആൾക്കാർ പോകണുണ്ടു. അത് മാത്രല്ല നമ്മുടെ ഗദീജാത്തന്റെ കരച്ചിലും കേട്ടു. ഇത് എന്നിട്ട് കാര്യം എന്താ നോക്കിയില്ലേ? ഇനി അവിടെ വല്ല മരണോ കൊലപാതകം നടന്നിട്ടുണ്ടെങ്കിലോ? ചോര കണ്ടാലും ശവം കണ്ടാലും നമുക്ക് തലകറങ്ങും. ഇത് വണ്ടി തിരിക്കണ ഹിമാറേ. നൂറ്റിപ്പത്തില് 100 ഉണ്ടാവില്ല, 10 പോവും. സൈക്കിളാ. എനിക്ക് ഈ കഞ്ഞി വന്നല്ലോ മറച്ചോനെ. എന്താന്ന് എന്റെ മറച്ചോനെ, എനിക്ക് ഈ ഗതി വന്നല്ലോ. ഗജീജു മുത്ത ഇജ്ജ് എന്തിനാടി കരയണേ? ഇക്ക നമ്മുടെ സീനത്തിനെ കാണാനില്ല. ഇക്ക സീനത്തിനെ കാണാല്ലേ? ഓളെങ്ങടെ പോയേ? കാലത്ത് നിങ്ങള് പോണേറ്റ് മുമ്പ് ആ മമ്മദിക്കാന്റെ പറമ്പിൽ കൊണ്ട് കെട്ടിയതാ. ഉച്ചക്ക് വെള്ളം കൊടുക്കാൻ ചെന്നപ്പോ ആടിനെ കാണാനില്ല. പയ്യന്റെ അടുത്തുണ്ടായിരുന്നേ. നമുക്ക് എല്ലാവർക്കും കൂടി ഒന്ന് പോയി നോക്കാം. ഞങ്ങൾ എല്ലായിടത്തും നോക്കി ജബ്ബാറെ, അവിടെ ഒന്നും കാണാനില്ല. ഇത് വല്ല കുറുക്കനും പിടിച്ചിണ്ടാവോ? എന്റെ സീനത്തെ കുറുക്കനാവൂല, കയറടക്ക കാണാണ്ടേക്കണേ. ആരോ അടിച്ചു മാറ്റിയതാ. ജബ്ബാർക്കോ അങ്ങനെയാണെങ്കിൽ ആടിപ്പോ മട്ടനായിട്ടുണ്ടാവുമല്ലോ. ഈ ബസ്സില് കിളി ഡോർമ തട്ടണ മാതിരി തട്ടാണ്ടിക്കന്റെ ഗജീജോ. ആട് പോയ പോട്ടെ, അനക്ക് ഞമ്മളില്ല ഗജീജോ. ജബ്ബാറെ, ആടിന് പകരം നീ ഉണ്ടായിട്ട് എന്താ കാര്യം? അന്നെ കറക്കാൻ പറ്റുമോ? ചതിയം വളച്ചൊന്നും എടുക്കണ്ട. അന്ന സുകുമാരത്തെ കുളിമുറിയും പിടിച്ചൊക്കെ നമുക്കറിയാം. എല്ലാരും പൊക്കോളി. എന്റെ മുത്ത് കുറച്ചേരം ഒറ്റയ്ക്ക് ഇരിക്കട്ടെ. അല്ല, നല്ല ആരെയും ആടിനെ പിടിച്ചോട്ടെ. അറിഞ്ഞിട്ടിപ്പോ എന്തിനാ? 2 കിലോ ഇറച്ചി മേടിക്കായിരുന്നു. നല്ല ആടാ. ഇജ്ജ് വിഷമിക്കണ്ട ഗജീജോ, അനക്ക് ഞങ്ങൾ വേറെ ആടിനെ വാങ്ങി തരാന്ന്. എന്റെ സ്വന്തം മോളെ പോലെ ആയിരുന്നു സീനത്ത്. മക്കളില്ലാത്ത ഞമ്മക്ക് ഓളൊരു ആശ്വാസമായിരുന്നു. ശരിക്കും കുട്ടിയോട് കരയണ പോലെ തന്നെ. അത്രയ്ക്ക് വേണ്ടിക്ക, കുറച്ചോളെ. ഗജീജു, ഞാനക്ക് ഓർമ്മയുണ്ടോയെന്ന് ഞമ്മക്കറിയില്ല. നമ്മളെന്നും പണി കഴിഞ്ഞ് വരുമ്പോൾ ഓള് വാലാട്ടിയിട്ട് നമ്മുടെ മുഖത്തേക്കൊരു നോട്ടമുണ്ട്. എന്താ നോട്ടത്തിൻ്റെ അർത്ഥം എന്ന് എനിക്കറിയോ ഗജീജു? ഇല്ലക്ക, നിങ്ങള് പറയേ. സുഖല്ലേ ജബ്ബാർക്കാന്ന്? നിങ്ങളെന്താ കടിച്ചു തിന്നക്ക? ഒരു കഷ്ണം നമുക്ക് തരും. നമ്മളൊന്ന് സങ്കടം കടിച്ചാൽ മതി എൻ്റെ ഗജീജു. എന്നും രാവിലെ ഓളുടെ കരച്ചിൽ കേട്ടാ നമ്മൾ എണീക്കുന്നു. ഇജ്ജ് അത് വിഷമിക്കണ്ട. ഈ നാളെ മുതൽ രാവിലെ നമ്മൾ ബേന്ന് കരഞ്ഞോളാം. നമ്മുടെ അയിമുട്ടിക്കല്ലേ വരണത്? അതെല്ലോ. എന്താ രണ്ടാളും കൂടി ആലോചന? ഒന്നുമില്ല. നിങ്ങളെന്താ പെട്ടുവെച്ചായിട്ട്? നമ്മൾ പെട്ടെത്തി കാച്ചിക്കാൻ കൊടുക്കാനാ. അല്ല, എന്താ കതിജാനൊരു സങ്കടം? നമ്മുടെ സീനത്തിനെ കാണാനില്ല അയിമുട്ടിക്ക. അതെങ്ങോട്ട് പോയി? അറിയൂല. കാലത്ത് ഓള് നമ്മുടെ മമ്മദിന്റെ പറമ്പിൽ കൊണ്ടുപോയി കെട്ടിയതാണ്.
ഉച്ചയ്ക്ക് ചെന്ന് നോക്കുമ്പോൾ ആടിനെ കാണില്ല. അയ്യോ എനിക്ക് ആടായിരുന്നില്ല, മോളായിരുന്നു, സ്വന്തം മോള്. അതെ, ആടുമോള്. എന്നാലും പാട് ഇപ്പൊ എവിടേക്കാ പോയേ? ഒരു പിടുത്തൂല. നല്ല തടിച്ചു കൊഴുത്ത ആടായിരുന്നു, കൊണ്ടോയിന് എന്തായാലും കോളാ. വേടെ തടിച്ചു പോയിത്താട് ആകെ 10 കിലോ ഇറച്ചി നമുക്ക് കിട്ടിയേ. ദേ ഈ കച്ചവടം നമുക്ക് നട്ടാണ്. നിങ്ങൾ അത് പറയില്ല ഈ മുട്ടിക്കോ. നിങ്ങൾ തന്ന കാശിന് ഞമ്മക്കാ നഷ്ടം. നമ്മുടെ ആടിനെ എങ്ങനെ പോലെ 20 കിലോ ഇറച്ചി ഉറപ്പാ. ഇതിപ്പോ കായിന് അത്യാവശ്യമുള്ളതുകൊണ്ടാണ് നിങ്ങൾക്ക് നമ്മൾ തന്നത് ഇല്ലേ ഖദീജോ? എന്താ ഖദീജ ഇവിടെ സുഖമില്ല എനിക്ക്? നിങ്ങളിപ്പോ എന്താ പറഞ്ഞേ? നമ്മുടെ അയിമുട്ടിക്കാനും കുടിക്കാനും നിങ്ങൾക്കിപ്പോ കുടിക്കാൻ ഞാൻ ചോര തരാം. നിങ്ങള് എന്റെ ആടിനെ ഇറച്ചിയാക്കിയില്ലേ? ഖദീജ ബെട്ടരട്ട നമ്മൾ പ്രസറുള്ള ആളാണ്. അയിമുട്ടിക്ക ഓടിക്കോളി, ഓള് പെട്ടു. നമ്മൾ നിരപരാധിയാണ്.